പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് നാം യാത്ര ചെയ്യണം. ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ദിശയിലേക്ക് യാത്ര ചെയ്താൽ മാത്രം മതിയാവുകയില്ല. പിന്നെയോ ആ സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരുന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ഭാവി നാം കൊതിക്കുന്നുണ്ട് എങ്കിൽ, ഒരു നല്ല ഭാവിയിലേക്കുള്ള കാൽച്ചുവടുകൾ വയ്ക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ, നാം ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോ വഴിയാണ്. അതെടുക്കേണ്ട, ആ ഡിസിഷൻ എടുക്കേണ്ട കടമ നമ്മുടേതാണ്. നാം എടുക്കുന്ന ഡിസിഷനുകൾ, നാം എടുക്കുന്ന തീരുമാനങ്ങൾ, നാം വയ്ക്കുന്ന സ്റ്റെപ്പുകൾ വളരെ കൃത്യമായതാണ് എങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവിയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവീകമായിരിക്കണം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. യേശു എന്ന വഴിയിലൂടെ നാം യാത്ര ചെയ്താൽ മാത്രമേ, യേശുവിനോടൊപ്പം നാം യാത്ര ചെയ്താൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന നല്ല ഭാവിയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി യേശുവിനോടൊപ്പമുള്ള തീരുമാനങ്ങളായിരിക്കണം, ദൈവീകമായിരിക്കണം. ആ തീരുമാനത്തിന് പ്രകാരം ആ നല്ല ഭാവിയിൽ എത്തിച്ചേരുവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് പരിശോധിക്കാം, വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇന്ന് പകലിലെ സന്ദേശം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനമെന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ വളരെ മനോഹരമായി അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് എന്ന ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന, ഇസ്രായേലിൻ്റെ മധുരഗായകനായിരുന്ന ദാവീദ് ഒരുപാട് എക്സ്പീരിയൻസുകൾ തൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഈ വചനത്തിൽ തന്നെ താൻ പറയുന്നു, ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി തീർന്നു. നല്ലൊരു പ്രായമുള്ള ഒരു അപ്പച്ചൻ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, നീതിമാനായ ഒരു മനുഷ്യൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ നീതിമാനായിരിക്കുക, ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് തയ്യാറാക്കുക, ഒരു മനുഷ്യൻ ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഈ ലോകം പലതും വച്ച് നീട്ടുമ്പോൾ ആ പല വഴികൾ തിരഞ്ഞെടുക്കാതെ, പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് എന്നുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്പച്ചൻ പഠിപ്പിക്കുകയാണ്, നീതിമാൻ വിശന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീതിമാനായ ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ഭക്തനായ ഒരു മനുഷ്യൻ, അവൻ്റെ മക്കൾ പോലും, അവൻ്റെ തലമുറകൾ പോലും ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശരിയായ ഒരു തീരുമാനമെടുക്കുന്ന ഒരു മനുഷ്യൻ നിശ്ചയമായും താൻ ആഗ്രഹിക്കുന്ന നല്ല ഭാവിയിൽ എത്തിച്ചേരുമെന്ന് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. 23-ാമത്തെ വചനം, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ആ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുകയാണ്. നാം ഏത് തിരഞ്ഞെടുക്കും? നാം ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുമോ, ഈ ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുമോ? അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഗമനത്തെ യഹോവ സ്ഥിരമാക്കുന്നു. അവൻ വീണാലും, ആ വഴിയിൽ എവിടെയെങ്കിലും വച്ച് അവൻ വീണാലും അവൻ നിലം പരിചാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങും. വീഴുവാൻ ഇടവരാത്ത വിധത്തിൽ, ഒരിക്കലും തളർന്നു പോകുവാൻ ഇടവരാത്ത വിധത്തിൽ ഈ യാത്ര നാം പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ യാത്ര പൂർത്തീകരിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിൽ നാം എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ ലോകത്തിൽ നാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ,
യഹോവയുടെ വഴികളിലേക്ക് തിരിയുവാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ആഹ്വാനം തരികയാണ്. ഈ ലോകം വച്ച് നീട്ടുന്ന പല വഴികൾ തിരഞ്ഞെടുക്കാതെ നിശ്ചയമായി ദൈവത്തിങ്കൽ നിന്ന് ആലോചന പ്രാപിച്ച് ദൈവീകമായിട്ടുള്ള വഴികളിൽ ദൈവീകമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നേറുവാൻ നമുക്ക് തയ്യാറാകാം. നെഹമ്യാവ് 10-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വചനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തീരുമാനം നാം ഇങ്ങനെ വായിക്കുകയാണ്: ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. വളരെ ശക്തമായിട്ടുള്ളൊരു തീരുമാനം ഇസ്രായേൽ മക്കൾ എടുക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. അതൊരു ദൃഢമായിട്ടുള്ളൊരു തീരുമാനമാണ്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തീരുമാനമാണ്. എസ്രാ ശാസ്ത്രി മോശയുടെ ന്യായപ്രമാണം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം ഇസ്രായേൽ മക്കൾക്കൊരു കാര്യം മനസ്സിലായി: അവർ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അങ്ങനെ ഒരുപാട് അകലെയായി മാറി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ തിരുവെഴുത്തുകളിലൂടെ ഇവരോട് സംസാരിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ മാനസാന്തരമുണ്ടാവുകയും അവർ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ വഴി തിരഞ്ഞെടുക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കത്തക്ക വിധത്തിൽ അവർ ചിലത് ചെയ്യുന്നത് ആ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവർ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ ആലയവുമായി ബന്ധപ്പെട്ട് എന്താവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാകും. 1/3 ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി കൊടുക്കും. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കെട്ടുപണികൾക്കായിട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഞങ്ങൾ തന്നെ കൊണ്ടുചെന്ന് കൊടുക്കും. മാത്രമല്ല, യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ കരുതും. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങൾക്ക് ദാനമായി തരുന്ന മക്കളിൽ ആദ്യത്തെ കുഞ്ഞിനെ ഞങ്ങൾ യഹോവയ്ക്കായിട്ട് കൊടുക്കും. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിരവധി തീരുമാനങ്ങൾ അവർ എടുക്കുന്നത് നാം കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിലും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവികമായിട്ടുള്ള ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കുടുംബമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ കുറഞ്ഞു വരികയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങി വരുവാനായിട്ട് തയ്യാറായട്ടെ. വേദപുസ്തകം വായനയിൽ, പ്രാർത്ഥനയിൽ, ദൈവവുമായി സമയം ചിലവഴിക്കുന്നതിൽ, മറ്റൊരു മനുഷ്യനോട് യേശുവിനെ പറ്റി പറയുന്നതിൽ, മറ്റൊരു മനുഷ്യനുമായി സംസാരിക്കുമ്പോൾ ആകാത്ത കാര്യങ്ങൾ സംസാരിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയില്ല. എൻ്റെ ഇടപാടുകളിൽ ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇടപെടുകയുള്ളൂ. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുകയുള്ളൂ, കേൾക്കുകയുള്ളൂ എന്നൊക്കെ പുതിയ ചില തീരുമാനങ്ങൾ ഇന്ന് പകലിലെടുത്താൽ നമ്മുടെ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് ഓർപ്പിക്കട്ടെ. പ്രാരംഭമായി നാം വായിച്ച വചനത്തിൽ കണ്ടതുപോലെ ആ തീരുമാനങ്ങൾ നമ്മുടെ ഗതിയെ മാറ്റിമറിക്കുവാനായിട്ട് ശക്തിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക്, സന്തോഷപൂർണമായിട്ടുള്ള ഭാവിയിലേക്ക് ആദ്യത്തെ കാൽച്ചുവട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ തീരുമാനം ഇന്ന് പകലിലെടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നിശ്ചയമായി നാം ആഗ്രഹിക്കുന്ന ആ നല്ല ഭാവിയിൽ എത്തിച്ചേരും. ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് മുതൽ നാം ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പകലിൽ വചനത്തിലൂടെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഒരു നല്ല ഭാവി നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. യോശുവ 24-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്: യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അരാമ്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഭക്തനെടുക്കുന്ന ദൃഢമായിട്ടുള്ളൊരു തീരുമാനമാണ്: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഏത് ദേവന്മാരെ വേണമെങ്കിലും ആരാധിക്കാം. ഏത് ദേവന്മാരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഭജിക്കാം. ഏത് ദേവന്മാരുടെ വാക്കുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് പകലിൽ ഇങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കർത്താവിന് വേണ്ടി ദൈവികമായിട്ടുള്ള ചില തീരുമാനങ്ങളുടെ കാൽവയ്പ്പുകൾ വയ്ക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഒന്നാമതായി, നല്ല നല്ല തീരുമാനങ്ങൾ നാം എടുക്കുക. 2, നാം മനസ്സിലാക്കേണ്ടത് ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമായില്ല, ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് സമർപ്പണം എന്നുള്ള സ്റ്റെപ്പ്.
റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനം നാം കാണുകയാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഒരു നല്ല തീരുമാനം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണത്തോടെ ആ തീരുമാനങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നാം അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ പിതാവായ അബ്രഹാമിനോട് പറയുമ്പോൾ അല്പം പോലും മടി കൂടാതെ, അല്പം പോലും ഭയം കൂടാതെ, അല്പം പോലും ചിന്തിക്കാതെ ആ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണത്തോടെ അബ്രഹാം യാത്ര ചെയ്തത് നമുക്കൊരു പാഠം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു സമർപ്പണം നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, ഒരു സമർപ്പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതിനുവേണ്ടി നാം അധ്വാനിക്കണം, അതിനുവേണ്ടി നാം വർക്ക് ചെയ്യണം. ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമായില്ല, തീരുമാനത്തിനായി സമർപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, അതിനുവേണ്ടി ഒരു അധ്വാനമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. തൊട്ടടുത്ത വചനം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു ഓട്ടക്കളത്തിൽ ഓടുവാനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ മനസ്സിൽ മുഴുവൻ ആ ഫിനിഷിംഗ് പോയിൻ്റാണ്. ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. കൃത്യമായി ട്രാക്കിൽ അവനൊരു സമർപ്പണത്തോടെ നിൽക്കുകയാണ്. ആ വെടിവെച്ച കേട്ട ഉടനെ ഓടുവാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുക. ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വെടിവെച്ച കേട്ടതിന് ശേഷവും ആ മനുഷ്യൻ അവിടെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ അവൻ്റെ സമർപ്പണം വിഫലമാണ്, അവൻ്റെ തീരുമാനം വിഫലമാണ്. അവൻ കണ്ണിൽ കണ്ട, അവൻ്റെ ഹൃദയത്തിൽ കണ്ട ആ കാഴ്ച, ആ ഫിനിഷിംഗ് ലൈനിൽ അവൻ പൂർത്തീകരിക്കണമെന്നുള്ള അവൻ്റെ ആഗ്രഹം വിഫലമാണ്. എപ്പോഴാണ് അവൻ അധ്വാനിക്കുവാനായിട്ട് തുടങ്ങുന്നത്, എപ്പോഴാണ് അവൻ ഓടുവാനായിട്ട് തുടങ്ങുന്നത്, അവൻ മുമ്പിലേക്ക് ആയുവാനായിട്ട് തുടങ്ങുന്നത്, അപ്പോൾ മാത്രമാണ് അവൻ്റെ വിജയത്തിലേക്കുള്ള വഴിയിൽ അവൻ എത്തിയെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുക എന്നുള്ളത് പോലെ ഒരു നല്ല തീരുമാനമോ നമുക്കുണ്ട് എങ്കിൽ, ഒരു നല്ല ബിരുദ് പ്രാപിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുവേണ്ടി ഒരു അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഇങ്ങനെ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പ്രതിബദ്ധതകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. പലതും ഈ വിരുദിൽ നിന്ന് നമ്മെ തട്ടി അകറ്റിക്കളയുവാനായിട്ട്, നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുവാനായിട്ട് പലതും അവിടവിടങ്ങളിലായി നാം കാണുവാനായിട്ട് സാധ്യതയുണ്ട്. പല പ്രശ്നങ്ങൾ, പല വെല്ലുവിളികൾ നാം യാത്ര ചെയ്യുന്ന വഴിയിൽ കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ യേശു നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 62-ാമത്തെ വചനം, യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല. ഇങ്ങനെ പറയട്ടെ, നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികളോ പ്രതിബദ്ധതകളോ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ഒന്നും ഈ ലാക്കിൽ നിന്ന്, നമ്മുടെ ഈ നോട്ടത്തിൽ നിന്ന്, നമ്മുടെ ഈ തീരുമാനത്തിൽ നിന്ന് നമ്മെ തട്ടി മാറ്റിക്കളയരുത്. നാം ആ കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ നമ്മുടെ ഓട്ടം ഓടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാലും, ഉദാഹരണമായി ഞാൻ ഈ സമയത്ത് വേദപുസ്തകം വായിക്കും, ഓരോ ദിവസവും ഇത്ര സമയം ഞാൻ പ്രാർത്ഥിക്കും എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ എന്തെല്ലാം വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, വീട്ടിലൊരു പക്ഷേ ഗസ്റ്റുകൾ വന്നേക്കാം, വീട്ടിൽ പലതും സംഭവിച്ചേക്കാം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഓരോ ദിവസവും ഓരോ മനുഷ്യനും കടന്നു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ദൈവീകമായിട്ടുള്ള ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്നുണ്ടാകണം. മാത്രമല്ല അതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് എപ്പോഴും നാം തയ്യാറായിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഏറ്റവും ഒടുവിലായി നാം എടുത്ത തീരുമാനങ്ങൾ, നാം കൊടുത്ത സമർപ്പണം, നാം കൊടുത്ത വില, നാം എടുത്ത അധ്വാനങ്ങൾ, നാം ഉറച്ചു നിന്ന നിൽപ്പ്, ഇതെല്ലാം അതിൻ്റെ ഫലത്തിലേക്ക് എത്തിയെന്ന് നാം ഉറപ്പുവരുത്തണം. തിമോഥെയോസിന് എഴുതുന്ന 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പറയുകയാണ്, ഞാൻ എൻ്റെ ഓട്ടമോടി തികച്ചു, ഞാൻ ആ ഫിനിഷിംഗ് ലൈനിൽ എത്തി.
ഞാൻ എടുത്ത തീരുമാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ നാം എടുത്ത ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് ആ തീരുമാനം പൂർത്തീകരിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ നാം ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നാം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഞാൻ ആ കാര്യം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എന്നാൽ ഈ 5 സ്റ്റെപ്പുകൾക്കിപ്പുറം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ഫിനിഷിംഗ് ലൈനിൽ നിന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഞാനിതാ പൂർത്തീകരിച്ചു. ഇതിന് മധ്യത്തിൽ പല പ്രതിസന്ധികൾ വന്നു, പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നു വന്നു, ട്രാക്ക് മാറിപ്പോയേക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായി, പല പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നു. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ തീരുമാനം ഞാൻ എടുത്തു, ഈ തീരുമാനം ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ തീരുമാനമെടുക്കുക, സമർപ്പിക്കുക, അധ്വാനിക്കുക, ഉറച്ചു നിൽക്കുക, പൂർത്തീകരിക്കുക, ഈ 5 സ്റ്റെപ്പുകൾ ഫിനിഷ് ചെയ്ത് വളരെ സന്തുഷ്ടവാന്മാരായി കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയത്തക്ക വിധത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, അത് പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയരെ, ഇതൊന്നും നമ്മുടെ ബലം കൊണ്ട് കഴിയുന്ന കാര്യമല്ല. നാം പ്രാരംഭത്തിൽ വായിച്ച സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിച്ച ആ വചനം ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ വഴിയിൽ പ്രസാദം തോന്നുമ്പോൾ ദൈവമാണ് നമ്മളെ സഹായിക്കുന്നത്. നാം എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റാണ് എങ്കിൽ നമ്മുടെ വഴിയിൽ ദൈവം നമ്മളെ സഹായിക്കും. നാം നിലംപരിചാകുവാൻ ദൈവം നമ്മളെ സമ്മതിക്കുകയില്ല. നാം വീണുപോയാലും ദൈവം നമ്മെ കരം പിടിച്ചുയർത്തും. ദൈവം നമ്മെ കാത്ത് പരിപാലിക്കും. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ ഈ ട്രാക്കിൽ നമ്മെ മറയ്ക്കുവാൻ ദൈവം സർവശക്തനാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കൾ എടുത്ത തീരുമാനം പോലെ ഈ ദൈവാലയത്തിന് ഒന്നും സംഭവിക്കുവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഈ ദൈവാലയത്തെ പൊന്നുപോലെ ഞങ്ങൾ നോക്കും. ഈ ദൈവത്തിൻ്റെ മക്കളായി തന്നെ ഞങ്ങൾ ജീവിക്കുമെന്ന് ഇസ്രായേൽ മക്കൾ തീരുമാനിച്ചതുപോലെ നമുക്കും ഒരു തീരുമാനമെടുക്കാം. ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. വിശ്വസ്തരായി ദൈവത്തിനോടൊപ്പം കരം പിടിച്ച് വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.